ഞാനേ ഇന്ന് ഉച്ചയൂണിന് ഇച്ചിരി പരിപ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കുറേ നാളായി പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. കുറച്ച് പയറെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നിടം വരെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ട പയർ മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഒരു ലൈറ്റ് ബ്രൗൺ നിറം പോലെ വരണം കേട്ടോ. അത് നമുക്കൊന്ന് ചൂടാറാൻ കുറച്ചൊരു പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം. ഒന്ന് ചൂടാറണം കേട്ടോ. ചൂടാറുമ്പോൾ നമുക്ക് ഇതൊന്ന് അലവാക്കിയെടുക്കാം. അലവാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പയറൊന്ന് പിളർത്തിയിട്ട് അതിൻ്റെ തൊലി നമ്മൾ പറ്റിക്കളയണം കേട്ടോ. അങ്ങനെ ഇനി അലവാക്കുക എന്ന് പറയുന്നത്. അപ്പം ഇത് ഒന്നുകിൽ നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പണ്ടുള്ളവരൊക്കെ അരകല്ലിൽ ഇങ്ങനെ അമ്മിക്കല്ല് കൊണ്ട് ഇങ്ങനെ ചതച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലികളൊക്കെ പോവും. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിലൊന്ന് 2 വട്ടം ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് മുറത്തിൽ പാറ്റി അതിൻ്റെ പൊടിയെല്ലാം കളയും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കത് കുക്കറിലോട്ട് ഇട്ടിട്ട് ഒന്ന് കഴുകി വാരിയിട്ട് 2-3 വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് കുക്കറിലോട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം കുക്കറിലോട്ട് ഇടുന്നതിന് മുന്നേ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും, ഒരു 3 ചെറിയ ഉള്ളി, ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്കറിൽ ഒരു 2-3 വിസിൽ കേൾക്കുന്നതിന് വരെ വേവിച്ചെടുക്കാം. അപ്പം അത് അവിടുന്ന് വിസിൽ കേൾക്കുമ്പോഴത്തേനും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പുണ്ടാക്കിയതിന് കുറച്ച് തേങ്ങ ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളിയും, ഒരു 3 ചുവന്നുള്ളി, കുറച്ച് ജീരകവും, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ പയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കുറഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ വെക്കുമ്പോൾ നല്ല വെള്ളത്തിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അരപ്പ് അതിലേക്ക് ഒഴിക്കാം. അരപ്പ് അതിലേക്ക് ഒഴിച്ച് കുറച്ച് അരപ്പ് കഴുകിയ വെള്ളം അതിനകത്തോട്ട് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അരപ്പ് ഒന്ന് ചൂടാവണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടുപ്പിലോട്ട് വെച്ച് ചൂടാക്കിയെടുക്കാം. അതിവിടെ നിന്ന് ചൂടാവുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം കടുക് വറക്കൽ പരിപാടി. ഏതൊരു കറിക്കും കടുക് വറക്കുന്നതാണ് കേട്ടോ നല്ലത്. നല്ലൊരു ഭംഗിയാണ്, അതിന് വേറൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാ കറിക്കും കടുക് വറക്കാറുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെക്കുക, എണ്ണ ഒഴിക്കുക, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ടേ. കറിവേപ്പില ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മണം എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ ഞാൻ വാരി വിതറും കറിക്കൊക്കെ. അപ്പോൾ അതും കൂടെ അതിൻ്റെ മണ്ടയിലോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംഭവം സെറ്റാണ്, നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ? നല്ല പരിപ്പ് കറി, നമ്മുടെ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പോലത്തുള്ള പരിപ്പ് കറി. നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഓക്കെ, ബൈ.